നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് എവർസോളോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ T8 എന്നുള്ള ഒരു സ്ട്രീമറാണ്. സ്ട്രീമർ എന്ന് പറയുമ്പോൾ ഇതൊരു ഡെഡിക്കേറ്റഡ് സ്ട്രീമറാണ്. ഇതിന് ഡിജിറ്റൽ ഔട്ട്പുട്ട്സ് മാത്രമേ ഉള്ളൂ, അനലോഗ് ഔട്ട്പുട്ട്സ് ഉണ്ടാവത്തില്ല. ഇത് നിങ്ങൾ ഒരു എക്സ്റ്റേണൽ ഡാക്കുമായിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു ഡിവൈസാണ്. എവർസോളോ ലൈനപ്പിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിന്റെ ഫംഗ്ഷനാലിറ്റിയും അതിന്റെ ഒരു സോഫ്റ്റ്വെയറിന്റെ ഒരു സ്റ്റെബിലിറ്റിയും ഫ്ലെക്സിബിലിറ്റിയാണ്. അത് നിങ്ങൾക്ക് ഒരു ഹൈ എൻഡ് ഡാക്കിനോട് ചേർത്ത് ഉപയോഗിക്കാനുള്ള ഒരു പ്രൊവിഷനാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത്. എവർസോളോ പ്ലാറ്റ്ഫോം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വർക്ക് ആയതിനുള്ള റീസണും ഇവരുടെ സോഫ്റ്റ്വെയറും ഇവരുടെ ഫംഗ്ഷനാലിറ്റിയും തന്നെയാണ്. ഒരു എക്സ്റ്റേണൽ ഡാക്ക് യൂസ് ചെയ്യുന്ന മിക്ക കസ്റ്റമേഴ്സിന് എപ്പോഴും ഒരു ചലഞ്ച് ആയിരുന്നു എവർസോളോ എന്തുകൊണ്ടൊരു സ്ട്രീമർ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇറക്കിയില്ല എന്നുള്ളത്. ആ ഒരു മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. ഇത് ഒരു ഹൈ എൻഡ് ഡാക്കിനോട് ചേർത്ത് നിങ്ങൾക്ക് എവർസോളോയുടെ എല്ലാ ഫംഗ്ഷനാലിറ്റിയും ഇതിനകത്തിൽ കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി സൗണ്ടിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇതിന്റെ പ്രൈസ് വരുന്ന ഏകദേശം 1,60,000 രൂപയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പല ബ്രാൻഡുകളും ഓഫർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നല്ല ഒരു സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഇവർ തരുന്നുണ്ട്. അത് കൂടാതെ ഫംഗ്ഷനാലിറ്റി നിങ്ങൾക്ക് ആപ്പിൾ മ്യൂസിക് അല്ലെങ്കിൽ ആമസോൺ അതല്ല ഇനി വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ആപ്പുകൾ നിങ്ങൾക്ക് ലോഡ് ചെയ്യണേ പോലും ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് അങ്ങനെയുള്ള ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്ക് തരുന്നുണ്ട്. സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് ക്ലാസ്സിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു സ്ട്രീമർ ആണ് ഇത്. സ്ട്രീമർ വെച്ച് കഴിഞ്ഞാൽ സൗണ്ടിന് വ്യത്യാസം ഉണ്ടാകുമെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അതുണ്ട്, അങ്ങനെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ ആ ലെവൽ ഓഫ് റിസോൾവിംഗ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു സ്ട്രീമർ നിങ്ങളുടെ ഡാക്കിൽ കണക്ട് ചെയ്യുന്നതനുസരിച്ച് പല പല ഡീറ്റെയിൽസ് മാറ്റം വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ പ്രൈസ് ക്ലാസ്സിലെ ഏറ്റവും നല്ല ഒരു പ്രോഡക്റ്റ് ആണിത്. ഇനി ഇത് ആര് വാങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഹൈ എൻഡ് ഡാക്ക് ഓൾറെഡി നിങ്ങൾ ഓൺ ചെയ്യുന്നുണ്ടെങ്കിലോ നിങ്ങളൊരു ഹൈ എൻഡ് ഡാക്ക് വാങ്ങാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിലോ അങ്ങനെയുള്ളവർക്ക് ഫംഗ്ഷനാലിറ്റി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നിങ്ങളുടെ പ്രോസസ്സിംഗ് ഫുള്ള് ഈ ഡിവൈസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഔട്ട് നിങ്ങൾ ഡാക്കിലേക്ക് കൊടുക്കുമ്പോൾ അത്രയും കൂടുതൽ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആഡ് ചെയ്യുകയാണ്. ഇതെല്ലാം നിങ്ങളുടെ സിസ്റ്റത്തിന്റെ ഒരു റിസോൾവിംഗ് എബിലിറ്റി അനുസരിച്ച് ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് വർത്ത് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു സ്ട്രീമറാണ്. ഇവരുടെ സോഫ്റ്റ്വെയർ തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. സാധാരണക്കാർക്കാണെങ്കിലും ഹൈ എൻഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓഡിയോ ഫയൽസിനാണെങ്കിലും വേണ്ട എല്ലാ ഫംഗ്ഷനാലിറ്റീസും ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എവർസോളോയ്ക്കകത്ത് കണക്ടിവിറ്റി ഓപ്ഷൻസിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫൈബർ ഇൻപുട്ടാണ്. നമുക്കിപ്പം വീടുകളിലെ നെറ്റ്വർക്കിംഗ് നമ്മൾ ഫൈബറിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഫൈബർ നെറ്റ്വർക്ക് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ നോയ്സ് കുറയ്ക്കാനായിട്ട് ഈ ഒരു ഇൻപുട്ട് സഹായിക്കും. ഇത് സിമ്പിളായിട്ട് കുറച്ചുകൂടെ പറഞ്ഞുതരാം. നമ്മളൊരു ലാൻ ഉപയോഗിക്കുന്നതിന് പകരം ഒരു ഫൈബർ ഇൻപുട്ട് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ കൺവേർഷൻ വെച്ചിട്ട് അങ്ങനെ ഒരു ഇൻപുട്ട് കൊടുക്കുന്നത് കാരണം ഈ ഒരു ഇൻപുട്ടിലൂടെ വരുന്ന സിഗ്നലുകൾക്ക് നോയ്സ് ഇതിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. ഇനി ഇത് നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സിസ്റ്റത്തിന്റെ ഒരു റിസോൾവിംഗ് കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. നമുക്ക് പിന്നീടുള്ളത് 2 USB 3.0 പോർട്ടുകളാണ്. ഇത് സ്റ്റോറേജിന് ആവശ്യമായിട്ട് അവർ തന്നിരിക്കുന്നതാണ്. നമുക്ക് ഹാർഡ് ഡിസ്കുകളോ പെൻഡ്രൈവുകളോ ഇതിനകത്ത് ഉപയോഗിക്കാം. പിന്നീട് വരുന്നത് ഒരു USB 2.0 ഔട്ട്പുട്ടാണ്. ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു ഫുള്ളി ഐസൊലേറ്റഡ് ഒരു സർക്യൂട്ടിൽ നിന്ന് വരുന്ന ഒരു ഔട്ട്പുട്ടാണ്. ഈ ഒരു USB-യിൽ നല്ല രീതിയിലുള്ള നോയ്സ് ഫിൽട്ടറിങ് വന്നിട്ടായിരിക്കും നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഡാക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഇത് ഓഡിയോയ്ക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് USB ഔട്ട്പുട്ടാണ്. പിന്നീട് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന AES കണക്ടിവിറ്റി, ഒപ്റ്റിക്കൽ കണക്ടിവിറ്റി, കോയാക്സിയൽ ഡിജിറ്റൽ കണക്ടിവിറ്റി, അതുകൂടാതെ I2S കണക്ടിവിറ്റിയും ഇതിനകത്ത് വരുന്നുണ്ട്. ഏറ്റവും നല്ലൊരു സൗണ്ട് ക്വാളിറ്റി കിട്ടണമെങ്കിൽ I2S തന്നെ ഉപയോഗിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കണക്ടിവിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ടൈഡൽ കണക്ട്, റൂണ്, സ്പോട്ടിഫൈ, എയർപ്ലേ, ബേസിക് ആയിട്ടുള്ള DLNA, കൂബസ് കണക്ടിവിറ്റി എല്ലാം അതുപോലെ ഉണ്ട്. അതുപോലെ നമ്മുടെ സ്ക്വീസ് ലൈറ്റ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നവർക്കുള്ള സ്ക്വീസ് ലൈറ്റിന്റെ പ്ലഗിൻ വരെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഔട്ട്പുട്ടിനകത്ത് നമുക്ക് USB കണക്ടിവിറ്റിക്കുള്ള സെറ്റിംഗ്സ് ഉണ്ട്. സ്പിഡിഫ് പ്ലാറ്റ്ഫോമിലുള്ള കോയാക്സിയൽ ഡിജിറ്റൽ AES അതിനുള്ള സെറ്റിംഗ്സ് ഉണ്ട്. അതുപോലെ I2S ഇതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതിനുള്ള സെറ്റിംഗ്സ് അവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു ഡാക്ക് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ I2S ഉള്ളത് യൂസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എവർസോളോ അവരുടെ എല്ലാ ഡിവൈസുകളിലും തരുന്ന പോലെ അഡീഷണൽ ആയിട്ടുള്ള ബിൽറ്റ് ഇൻ സ്റ്റോറേജ് പ്രൊവിഷനും നമുക്ക് തരുന്നുണ്ട്. ഈ കാണുന്ന പോലെ ഈ ഒരു കവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 2 NVMe സ്റ്റോറേജ് ഡിവൈസുകൾ ആഡ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇത് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വേണ്ട പാട്ടുകളും മറ്റും ഇതിനകത്ത് തന്നെ പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്.